മലയാളി ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. ഓരോ പ്രകൃതി ദുരന്തങ്ങളും നൂറുകണക്കിന് ജീവനങ്ങളെയാണ് തകർത്തെറിയുന്നത്. വല്ലാത്ത ഒരു കാഴ്ചയാണ് വയനാട്ടിൽ വിലങ്ങാടുമെല്ലാം ഉണ്ടായിരുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ പരിണിത ഫലങ്ങളും ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് കർഷകരെയും കാർഷിക മേഖലയുമാണ്. പരമ്പരാഗത കർഷക രീതികളിലും നമ്മുടെ കാർഷിക കലണ്ടറിലുമെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. വയനാട്ടിലും വിലങ്ങാടിലുമൊക്കെ നിരവധി കർഷകർക്കാണ് കൃഷിഭൂമി നഷ്ടപ്പെട്ടത്. നിരവധി കർഷകരുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് എത്തി. ഇവിടങ്ങളിലുണ്ടായ നഷ്ടം കേവലമായ കൃഷിനാശം എന്നതിലുപരി ജീവനോപാധികൾക്കുണ്ടായ നഷ്ടം എന്ന പരിഗണനയിൽ അർഹമായ ആനുകൂല്യം നൽകുന്നതിനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഉള്ളത്. ഇതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായവും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം ഇതിനോടകം തന്നെ കൃഷിനാശത്തിന്റെ സമഗ്രമായ കണക്ക് എടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സമഗ്രമായ പഠനത്തിനായി കൃഷി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതമായ സംഘം ഈ കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും സന്ദർശനം നടത്തി കൃത്യമായ എന്നവണ്ണമുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പുകൾ നടത്തുകയും ചെയ്യും. കൃഷിനാശം റിപ്പോർട്ട് ചെയ്യുന്നതിന് അതിൻ്റെ കണക്കുകളിലേക്ക് എത്തുന്നതിന് നിലവിലെ ചട്ടങ്ങൾ ചിലതെല്ലാം ലഘൂകരിക്കേണ്ടതായി വരും. ഇക്കാര്യവും കൃഷി വകുപ്പ് ഗൗരവതരമായി ആലോചിക്കുകയാണ്. കാർഷിക വികസന സമിതി അംഗങ്ങളടക്കമുള്ളവരെ ഉൾപ്പെടുത്തി പ്രാദേശികമായി കൃഷിക്കാരുടെ പങ്കാളിത്തത്തോടുകൂടി തന്നെ ആ കണക്കെടുപ്പുകളൊക്കെ പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കാലാവസ്ഥാധിഷ്ഠിതമായ വിള ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങൾ കർഷകർ കൂടുതലായി ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ജനകീയ ക്യാമ്പയിനുകൾ നടപ്പിലാക്കണമെന്നും ആലോചിക്കുന്നുണ്ട്. അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ടത്തിലെ കൃഷിരീതികൾ എങ്ങനെയെല്ലാം ആവണം എന്നതിനെക്കുറിച്ച് പഠിക്കണം എന്നാണ് ആലോചിച്ചിരിക്കുന്നത്. നിരവധിയായ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലും വെളിച്ചത്തിലും ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെയും ഇക്കാര്യത്തെ ഗൗരവതരമായി വീക്ഷിക്കുന്ന ആളുകളെയുമെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ശില്പശാല, ദേശീയ അന്തർദേശീയ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശില്പശാല അടുത്ത മാസത്തിൽ നടത്തുന്നതിന് കൃഷി വകുപ്പ് ആലോചിക്കുകയാണ്. മണ്ണിൻ്റെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. കൃഷിഭൂമി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയതുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഇടങ്ങളിൽ വലിയ പാറകളും മറ്റും കൃഷിഭൂമികളിലേക്ക് വന്ന് വീണ് ഇനി വീണ്ടെടുക്കാൻ പറ്റാത്ത തരത്തിൽ ആയിത്തീർന്നിട്ടുള്ള ഇടങ്ങളുണ്ട്. കൃഷിഭൂമി അപ്പാടെ കുത്തിയൊലിച്ച് പോയി ഒരു ചെറിയ നീരുറവ് പോലെയായി അല്ലെങ്കിൽ വെള്ളക്കെട്ടൊക്കെയായിട്ട് കിടക്കുന്ന ഇടങ്ങളുണ്ട്. ചെളിയും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളുണ്ട്. അത് വീണ്ടും കൃഷിസ്ഥലമാക്കി മാറ്റുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മേൽമണ്ണപ്പാടെ ഒലിച്ചുപോയി കൃഷി യോഗ്യമല്ലാതായിത്തീർന്ന ഇടങ്ങളുണ്ട്. ഇങ്ങനെ നിരവധിയായ പ്രതിസന്ധികൾ ആ മേഖലയിലും മറ്റു പുഴകൾ ഒഴുകിയെത്തിയ ഇടങ്ങളിലും അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം ഗൗരവതരമായ പഠനത്തിന് വിധേയമാക്കുകയും എങ്ങനെ ആ മേഖലയെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. പശ്ചിമഘട്ടത്തിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും പശ്ചിമഘട്ടം എന്ന അല്ലെങ്കിൽ ഒരു മലയെയോ കുന്നുകളെയോ ഉള്ള കാര്യത്തിൽ മാത്രമല്ല, പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണം എന്നത് അവിടുത്തെ മനുഷ്യരുടെ കൂടി സംരക്ഷണമാണ് എന്നതാണ് ഈ ദുരന്തങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനുപകരിക്കുന്ന തരത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായും ആലോചിച്ച് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഫലപ്രദമായി നടപ്പിലാക്കണം എന്നാണ് ആലോചിച്ചിരിക്കുന്നത്. ദുരിതങ്ങളുടെയും മറ്റും വീഴ്ചയിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളതാണ് നമ്മളുടെ മുൻകാല അനുഭവങ്ങൾ. മലയാളി അതിനെയെല്ലാം നേരിട്ടത് ലോകം അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒത്തൊരുമയിലൂടെയും കൂട്ടായ്മയിലൂടെയുമാണ്. ഇപ്പോഴുണ്ടായ പ്രതിസന്ധികളെയും അത്തരത്തിൽ നേരിടാൻ തന്നെ കഴിയും എന്നാണ് എല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്നത്. ഇതിനിടയിലാണ് മലയാളിക്ക്, പ്രത്യേകിച്ചും കർഷകർക്ക്, നല്ലവണ്ണം ആവേശം പകർന്നു നൽകുന്ന ചിങ്ങം 1 എന്ന കർഷക ദിനം എത്തുന്നത്. മലയാളിയുടെ പുതുവർഷത്തിൻ്റെ ആരംഭം എന്നതുപോലെ തന്നെ ചിങ്ങമാസത്തിലെ 1-ാം തീയതി എന്നത് കർഷക ദിനമായി കൂടിയാണ് നമ്മൾ ആചരിക്കുന്നത്. കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കുന്ന
അവർക്കായി മാറ്റി വെച്ചിട്ടുള്ള ദിവസമാണ് ചിങ്ങം 1 എന്നത്. അതുകൊണ്ട് എന്നാൽ ഉണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ നടത്തുന്നതിനാണ് ഇപ്പോൾ കൃഷിവകുപ്പ് ആലോചിച്ചിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത്. കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ച് കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കുന്ന ചടങ്ങ് ലളിതമായി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ചിങ്ങം 1 തീരുമാനിച്ചിരിക്കുന്നത്. ഏറെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്ന സംസ്ഥാനതല കർഷക ദിന പരിപാടിയും വളരെ ലളിതമായി നടത്തുന്നതിനാണിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പള്ളിച്ചൽ പഞ്ചായത്തിൽ വെച്ചാണ് വിപുലമായ കർഷക കൂട്ടായ്മയോടുകൂടി ബഹുജന സംഗമത്തോടുകൂടി കർഷക ദിനം ആചരിക്കാൻ തീരുമാനിച്ചിരുന്നത്. അതൊഴിവാക്കി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ സംസ്ഥാനതല കർഷക ദിന പരിപാടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കർഷക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും സംസ്ഥാനതല കാർഷിക അവാർഡുകളുടെ വിതരണം നടത്തുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് കൂടി ചിങ്ങം 1 തുടക്കം കുറിക്കുകയാണ്. അത് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആപ്പിൻ്റെ കതിർ മൊബൈൽ സോഫ്റ്റ്വെയറും അതിൻ്റെ മൊബൈൽ ആപ്പും സംസ്ഥാന കർഷക ദിനത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംയോജിത പോർട്ടൽ ഉണ്ടാകുന്നത്. മറ്റ് എവിടെയും ഇത്തരത്തിലേക്കൊരു സംയോജിതമായൊരു പോർട്ടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് അത്തരത്തിലൊന്ന് സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. നവീനമായ കൃഷിരീതികളും നൂതന ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും കാർഷിക മേഖലയിൽ ഉപയോഗിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സർക്കാർ ഇടപെടൽ ശക്തമാക്കിയിട്ടും കാലാവസ്ഥാ വ്യതിയാനവും മറ്റും മൂലമുള്ള പ്രശ്നങ്ങൾ കൃഷിയിടങ്ങളിൽ ശോഷണം സംഭവിക്കുന്നതിലേക്കെല്ലാം എത്തുന്നുണ്ട്. അപ്പോൾ കർഷകൻ്റെ കാർഷിക ഉൽപ്പാദനത്തിലും കർഷകൻ്റെ വരുമാനത്തിലുമെല്ലാം കുറവ് സംഭവിക്കുന്നു എന്നുള്ളത്, മേൽവിരിച്ച കാരണങ്ങളാലൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടുന്ന കർഷകനെ സഹായിക്കാൻ എങ്ങനെയെല്ലാം കഴിയും, അതിനുപകരിക്കുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി അവരിലേക്ക് ആ സഹായങ്ങളെല്ലാം എത്തുക, സമയബന്ധിതമായി എത്തുക എന്നുള്ളതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃഷിവകുപ്പ് ആലോചിക്കുന്നത് കൃഷിവകുപ്പിൻ്റെ സഹായം കർഷകന് കൃഷിയിടത്തിൽ ലഭ്യമാവണം. ഞങ്ങൾ നേരത്തെ സ്മാർട്ട് കൃഷിഭവനെ കുറിച്ചെല്ലാം പറഞ്ഞു. സ്മാർട്ട് കൃഷിഭവൻ എന്ന് കുറച്ച് കമ്പ്യൂട്ടറെല്ലാം സജ്ജീകരിക്കുകയും പേപ്പർലെസ് കടലാസ് രഹിത ഓഫീസുകളാവുകയും മാത്രം ചെയ്യുക എന്നുള്ളതല്ല. സ്മാർട്ട് കൃഷിഭവൻ എന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചത് കർഷകന് സേവനം സ്മാർട്ടായി ലഭ്യമാക്കണം എന്നുള്ളതാണ്. കൃഷി ഉദ്യോഗസ്ഥർക്ക് കൂടുതലായി കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയണം. കർഷകന് സേവനം വളരെ വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയണം. അവിടെ മണ്ണിൻ്റെ ഘടന മുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വിപണന സാധ്യത വരെയുള്ള എല്ലാ കാര്യങ്ങളും കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ മനസ്സിലാക്കുവാൻ ഉതകുന്ന ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കതിർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ റെഡിയായിരിക്കുന്നത്. ഒരു സമ്പൂർണ്ണ സോഫ്റ്റ്വെയറായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ കർഷക സൗഹൃദമായ ഒരു മൊബൈൽ ആപ്പും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. ഈ സോഫ്റ്റ്വെയർ കൃഷിവകുപ്പിൻ്റെ ഒരു കടലാസ് രഹിത സംവിധാനത്തിലേക്ക് നയിക്കുന്നതോടൊപ്പം കർഷകർക്ക് കൃഷിയിടത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃഷി ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ എത്തിക്കുന്നതിനും കൃഷി ഉദ്യോഗസ്ഥർക്ക് അത് ഈ സംവിധാനത്തിലൂടെ വീക്ഷിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ യഥാസമയം നിർദ്ദേശിക്കുവാനും സാധ്യമാവും. ഇതാണ് ചിങ്ങമാസം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ പൂർണ്ണമാകുന്നതോടെ വിത മുതൽ വിപണനം വരെ കാർഷിക മേഖലയിൽ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെ വിത മുതൽ വിപണനം വരെ ഡിജിറ്റൽ സാങ്കേതികവിദ്യ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. കാർഷിക സംരംഭങ്ങളെയും കൂട്ടായ്മകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് കൃഷിവകുപ്പിൽ പുതിയ സംവിധാനത്തെക്കുറിച്ച് നേരത്തെ മുതലേ ആലോചിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാപ്കോ, കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്നത് വന്നത്. അങ്ങനെ ഒരു കുടക്കീഴിൽ അതിനെല്ലാം എത്തിക്കാൻ പാകത്തിലൊരു സംവിധാനം ഒരുക്കണമെന്ന് ആലോചിച്ചു. കാപ്കോയുടെ മുൻകൈയിൽ തലസ്ഥാന നഗരിയിൽ തന്നെ ഒരു എക്സ്പോ സെന്റർ, ഒരു അഗ്രി പാർക്ക് ഉണ്ടാവണം എന്ന് ആലോചിച്ചു. ആനേറയിലെ വേൾഡ് മാർക്കറ്റിന്റെ കോമ്പൗണ്ടിൽ അത്തരത്തിൽ ഒരു എക്സ്പോ സെന്റർ ആൻഡ് അഗ്രി പാർക്ക് തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശിലാസ്ഥാപനം ചിങ്ങം 1 രാവിലെ 11:30 നടക്കുകയാണ്. എനർജി എഫിഷ്യൻസി, ന്യൂ ഏജ് മെറ്റീരിയൽസ്,
സർക്കുലേഷൻ സ്പേസ് എന്നീ കാര്യങ്ങൾ അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പണിതീർക്കുന്ന ഈ സമുച്ചയം കൃഷി വകുപ്പിന്റെ മുൻകൈയിൽ രൂപീകൃതമായിരിക്കുന്ന കാപ്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലധനം തന്നെയായിരിക്കും. 65,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള എക്സിബിഷൻ സെന്ററിൽ കൺവെൻഷനുകൾ, ട്രേഡ് ഷോകൾ, ബിസിനസ് മീറ്റുകൾ, കോർപ്പറേറ്റ് ഇവന്റുകൾ എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഒരുങ്ങുന്നത്. 365 ദിവസവും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ എക്സിബിഷൻ നടത്തുന്നതിന് അല്ലെങ്കിൽ വിപണനം നടത്തുന്ന സംവിധാനം ഉണ്ടാകും. കർഷകരുടെ ഗ്രൂപ്പുകൾ, കൃഷിക്കൂട്ടങ്ങൾ, ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനികൾ എന്നിവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ B2B മീറ്റുകളിലൂടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തുമെല്ലാം എത്തിക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ സെന്ററിന്റെ ഭാഗമായി, ഈ അഗ്രി പാർക്കിന്റെയും ഭാഗമായിട്ട് ഉണ്ടാവും. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഇഷ്ടാനുസൃതമായി സമകാലിക ശൈലിയിൽ ഓരോ ഇവന്റും മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിനുള്ള സംവിധാനം ഇതിന് ഇവിടെ ലഭ്യമായിരിക്കും. കൂടാതെ ഒരു 33,260 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 365 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ആധുനിക സംവിധാനത്തോടുകൂടിയ ഫുഡ് കോർട്ട് അതിനകത്ത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. 1,02,876 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 7 നിലകളിലായി ഓഫീസ് മുറികളും മീറ്റിംഗ് സംവിധാനങ്ങളും കൃഷി വകുപ്പിന്റെ അനുബന്ധ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഫീസുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളോടെ കൂടിയിട്ടാണ് അഗ്രി പാർക്ക് ഒരുങ്ങുന്നതെന്നുള്ള പ്രത്യേകതയുണ്ട്. അതിന് നമ്മൾ ചിങ്ങമാസം 1-ാം തീയതി തുടക്കം കുറിക്കുകയാണ്. കാർഷിക മേഖലയ്ക്കൊരു നവചൈതന്യവുമായ ഒരു പുതിയ പദ്ധതിക്ക് ഞങ്ങൾ തുടക്കമിടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അത് നവോത്ഥാൻ എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന തരിശിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഭൂമികൾ ഒരുപാട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. വ്യക്തികളുടെ കയ്യിലുണ്ട്, സ്ഥാപനങ്ങളുടെ കയ്യിലുണ്ട്, ചിലപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളുടെ കയ്യിൽ പോലും ഇത്തരം ഒരുപാട് ഭൂമികൾ ലഭ്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനുയോജ്യമായ ഭൂമി അത് വിട്ടു നൽകുവാൻ താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും കണ്ടെത്തി അവിടെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹോർട്ടിക്കൾച്ചർ, ഹൈഡ്രോപോണിക്സ്, കൃത്യത കൃഷി, സംരക്ഷിത കൃഷി, കൂൺ കൃഷി, സംയോജിത കൃഷി തുടങ്ങിയ വൈവിധ്യമാർന്ന ഫാമിംഗ് രീതികൾ അവലംബിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ, ഗ്രൂപ്പുകൾ എന്നിവർക്ക് സർക്കാർ ഇടപെടലിലൂടെ ഭൂമി ലഭ്യമാക്കുക എന്നുള്ളതാണ് നവോത്ഥാൻ പദ്ധതിയുടെ മുഖ്യ ഉദ്ദേശം. നവോത്ഥാൻ എന്നാൽ ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്നുള്ളതിനാണ് നവോത്ഥാൻ എന്ന് പേരിട്ടിരിക്കുന്നത്. അതിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ്, അതിന്റെ ഫുൾ ഫോം അങ്ങനെയാണ്. ഹോർട്ടിക്കൾച്ചർ മേഖലയും അഗ്രി ബിസിനസ്സുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വരുമാനം കർഷകർക്ക് ഉറപ്പുവരുത്തുന്നതിന് നവോത്ഥാൻ പദ്ധതിയുടെ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ വിവിധങ്ങളായ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള കൃഷിയോഗ്യമായ ഭൂമിയായിരിക്കും ഇത്തരത്തിൽ താല്പര്യമുള്ള കർഷക ഗ്രൂപ്പുകൾക്ക് കൃഷിക്കായി നൽകുക. അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി ഭൂമി തരംതിരിച്ച ശേഷമായിരിക്കും അതാത് സ്ഥലങ്ങളിൽ അനുയോജ്യമായ കാർഷിക വിളകൾ തെരഞ്ഞെടുക്കുന്നത്. 10 ഏക്കറിന്റെ ഒരു യൂണിറ്റ് എന്ന നിലയിലായിരിക്കും ഭൂമി കൃഷിക്കായിട്ട് ഉപയോഗിച്ച് നൽകുക. കാപ്കോ പദ്ധതി നിർവഹണത്തിന്റെ ഏജൻസി ആയിരിക്കും. വിപണി കണ്ടെത്തുക, കയറ്റുമതി, മൂല്യവർദ്ധനവ് തുടങ്ങിയ മേഖലകളിൽ കാപ്കോയും കൃഷിവകുപ്പും സാങ്കേതിക ഉപദേശം കർഷകർക്ക് നൽകുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം സുതാര്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അയൺ കട്ടണങ്ങളെല്ലാം മാറുന്നുവെന്ന് പറയാറുണ്ട്. ഇരുമ്പ് പറകൾക്കുള്ളിൽ ഒന്നും നടക്കേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് സർക്കാരുമായി അല്ലെങ്കിൽ കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി സുതാര്യത ഉണ്ടാവണമെന്നും ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കണമെന്നും ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നേരിട്ടുള്ള അറിവ് ഉണ്ടാക്കണം, അത് ഉറപ്പാക്കണം എന്നാലോചിച്ചു. വകുപ്പിന്റെ പ്രവർത്തനത്തിൽ സജീവമായ പൊതുജന പങ്കാളിത്തം, പ്രതികരണങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ കൃഷിവകുപ്പിന്റെ മുൻകൈയിൽ നടക്കുന്ന സർക്കാർതല യോഗങ്ങൾ ലൈവായി ജനങ്ങൾക്ക് കാണാൻ, പൊതുജനങ്ങൾക്ക് കർഷകർക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ഒരു ഓൺലൈൻ പ്രക്ഷേപണം നടത്തുന്നത് ഉചിതമായിരിക്കും എന്ന് ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് വെർച്വൽ എൻഗേജ്മെന്റ് ഫോർ ലെവറേജിംഗ് ഇന്ററാക്റ്റീവ് കമ്മ്യൂണിറ്റി ഓൺ അഗ്രികൾച്ചർ മാനേജ്മെന്റ്, വെളിച്ചം എന്ന വഴിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചത്. കർഷകരിലും പൊതുസമൂഹത്തിലും പ്രതീക്ഷയും വിശ്വാസവും വളർത്തുവാനും കൃഷി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനും വെളിച്ചം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രക്ഷേപണം ചെയ്യുന്ന യോഗങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നതിനും സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ പൊതുജനങ്ങൾക്ക് കഴിയും.
പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നയരൂപീകരണത്തിന്റെയും പദ്ധതി നടപ്പിലാക്കലിന്റെയും പ്രക്രിയകളെ മെച്ചപ്പെടുത്താൻ സഹായകരമാവും എന്ന തരത്തിലാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി പരമാവധി മീറ്റിങ്ങുകൾ ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് കാണുന്നതിനും കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ഉപകരിക്കുന്ന തരത്തിലേക്ക്, അതിനുള്ളൊരു അവസരം കൊടുക്കുന്ന തരത്തിലേക്ക് അത് നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. വെളിച്ചം എന്നാണ് അത്തരമൊരു പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിയിലേക്ക് നീങ്ങുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ്. പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷകർക്ക്, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ എന്തെല്ലാമാണ്, തീരുമാനങ്ങൾ എന്തെല്ലാമാണ് എന്ന് അതാത് സമയത്ത് തന്നെ മനസ്സിലാക്കുന്നതിനും അവർക്കും ചില ഇടപെടലുകൾ നടത്തുന്നതിനും കഴിയും എന്നുള്ള പ്രത്യേകത അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു കാര്യങ്ങൾ കൂടി ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. അത് കൃഷിഭവനുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം കേരളത്തിലെ കർഷകർക്ക് മെച്ചപ്പെട്ട ഒരു സേവനം ലഭിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. കൃഷിഭവൻ എന്നൊരു ആശയം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുത്തത് ശ്രീ വി രാഘവൻ കേരളത്തിൽ കൃഷി വകുപ്പിന് മന്ത്രിയായിരുന്ന അവസരത്തിലാണ്. ഇന്ന് കേരളത്തിന്റെ കർഷകർക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് സംസ്ഥാനത്തെ കൃഷിഭവനുകൾ വഹിക്കുന്നുണ്ട്. നിലവിൽ കൃഷിഭവനുകളുടെ പ്രവർത്തനങ്ങൾ ഒരുപോലെ നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമുള്ള ഒരു തത്സമയ കേന്ദ്രീകൃത സംവിധാനം നിലവിലില്ല. പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതിനും ഉയർന്ന സേവന നിലവാരം പുലർത്തുന്നതിനും അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൃഷിഭവനുകളുടെ പ്രവർത്തനങ്ങൾ യഥാസമയം വിലയിരുത്തുന്നതിനായി വ്യവസ്ഥാപിതമായ ഒരു പ്രതികരണ സംവിധാനം, ഒരു സിസ്റ്റമാറ്റിക് ഫീഡ്ബാക്ക് മെക്കാനിസം ഏർപ്പെടുത്തുന്നത് കർഷകരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിനും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും വേഗത്തിൽ പരിഹരിക്കുന്നതിനും അവർക്ക് ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നതിനും സഹായമാകുന്നതാണ് എന്നാണ് ഞങ്ങളുടെ ചിന്ത. അതുകൊണ്ട് സംസ്ഥാനത്തെ കൃഷിഭവനുകളുടെ സേവനം മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കൃഷി വകുപ്പ് ഒരു പുതിയ സംരംഭത്തിലേക്ക് കടക്കുകയാണ്. അതിന് അനുഭവം എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അസസ്മെന്റ് ഫോർ നർച്ചറിംഗ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് ബെനിഫിഷ്യറി ഹാപ്പിനെസ് ആൻഡ് അഗ്രികൾച്ചറൽ വിസിറ്റർ അസസ്മെന്റ് മെക്കാനിസം എന്നാണ് അനുഭവം എന്നുള്ളതിന്റെ പൂർണ്ണരൂപം. ഓരോ കൃഷിഭവനിലും ഞങ്ങൾ ഓരോ QR കോഡുകൾ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഒരു വ്യക്തിഗത QR കോഡുകൾ സ്ഥാപിക്കുന്നുണ്ട്. അതിലൂടെ കർഷകരുടെ അഭിപ്രായങ്ങൾ തത്സമയം തന്നെ ശേഖരിച്ചുകൊണ്ട് കൃഷിഭവനുകളിലെ സന്ദർശക രജിസ്ട്രേഷൻ, പ്രതികരണ സംവിധാനങ്ങൾ എന്നിവ സുസംഘടിതമാക്കുന്നതിന് ഈ അനുഭവം എന്ന ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുകയാണ്. കൃഷിവകുപ്പിൽ നിന്ന് ഉണ്ടായ സേവനാനുഭവങ്ങൾ ഉന്നത തലത്തിൽ നിന്ന് നേരിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നതിനായി സുസജ്ജമായൊരു കോൾ സെന്റർ സംവിധാനം ഇതിന്റെ ഭാഗമായി ഒരുക്കും. അതും ആഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ ഈ പദ്ധതിയുടെ പ്രയോജനം കർഷകർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. കൃഷി വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ പുതിയ പരിപാടികൾ കൂടി ഈ ചിങ്ങം 1 തുടക്കം ഇടുകയാണ്. കൂടുതൽ സുതാര്യമാവുക, കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി കൃഷിക്കാരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് ഗൗരവതരമായ ഒരു സമീപനം അതിനോടൊപ്പം സ്വീകരിക്കുക, അപ്പോൾ തന്നെ അവർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ആധുനിക സാങ്കേതികവിദ്യ, അതാണ് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ അനുഭവം എന്നുള്ള പേരിൽ ഇട്ടിരിക്കുന്ന ഈ പദ്ധതി QR കോഡിലൂടെ അവർക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് നവോത്ഥാനിലൂടെ കർഷകർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക്, ഗ്രൂപ്പുകൾക്ക് തരിച്ചു കിടക്കുന്ന ഇടങ്ങൾ കൂടുതലായി കണ്ടെത്തി കൃഷിയിലേക്ക് അവരെ എത്തിക്കുന്നതിന് സഹായകമാവുക, അതിനുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കുക, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് ആവശ്യമായ ട്രേഡ് സെന്ററുകൾ, എക്സ്പോ സെന്ററുകൾ സ്ഥാപിക്കുക. ഇതെല്ലാം വരും കാലങ്ങളിൽ കർഷകർക്ക് ഏറ്റവും കൂടുതലായി പ്രയോജനപ്പെടുന്ന സംവിധാനങ്ങളായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനവും മറ്റു പ്രശ്നങ്ങളുമെല്ലാം മൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ വേഗത്തിൽ തന്നെ വിറ്റഴിക്കുന്നതിനും നല്ല വില കിട്ടുന്നതിനും അതിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നതിനും ഗുണമേന്മയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡിലൂടെ വിപണനം നടത്തുന്നതിനും പദ്ധതി ഇട്ടുകഴിഞ്ഞ് 100 കണക്കിന് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കേരള ഗ്രോ എന്നുള്ള ബ്രാൻഡിൽ ഇന്ന് കേരളത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതിന് വിപണനം നടക്കുന്നുണ്ട്. കൂടുതൽ വിപുലീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആകർഷകമായ പാക്കിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതിന്റെ പേരിൽ ഇന്ത്യയിലെ മുൻനിര സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിലൊരു ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് കർഷകർക്ക് സഹായം എത്തിക്കുന്നുണ്ട്. നമ്മുടെ കർഷകരെ പരമാവധി അത്തരത്തിലുള്ള സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ മീറ്റ് വിളിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃഷിയുമായി ബന്ധപ്പെട്ട അവാർഡുകളുടെ കാര്യത്തിൽ തന്നെയാണ്. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് നമുക്കായി മറ്റുള്ള എല്ലാവർക്കുമായി അന്നമൂട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്ന കർഷകർ ഏറ്റവും കൂടുതലായി ആദരിക്കപ്പെടേണ്ടതുണ്ട്. അവരെ അത്തരത്തിൽ അനുമോദിക്കേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ തരത്തിലുള്ള പരിഗണനയും
സമൂഹ തീരുമാനങ്ങളായിരുന്നു. ഒന്ന്, കർഷക ക്ഷേമ ഡെവലപ്മെൻറ്റ് ബോർഡ് നടപ്പാക്കിയത്. അത് ഇതുവരെയും പിന്നെ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതി വന്നിട്ടില്ല. രണ്ടാമത്തെ നെക്സ്റ്റ് സ്കീം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷിയിലേക്ക്. ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പം ഇതുണ്ടോ? ഞങ്ങളും കൃഷിയിലേക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നവോത്ഥാനം എല്ലാം വരുന്നത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം, ആ പദ്ധതി ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാമ്പയിന് വേണ്ടിയിട്ടോ എടുത്തൊരു മുദ്രാവാക്യമായിരുന്നില്ല. ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതി കേരളത്തിൽ നല്ലവണ്ണം വിജയിച്ച് നിൽക്കുന്നൊരു പദ്ധതിയാണ്. ഞങ്ങൾ 10,000 കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഏതാണ്ട് 23,000-ലധികം കൃഷിക്കൂട്ടങ്ങൾ കേരളത്തിലുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് ആ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഈ ഞങ്ങളും കൃഷിയിലേക്കുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷിക്കൂട്ടങ്ങൾ രൂപം കൊണ്ടു, FPOകൾ രൂപം കൊണ്ടു. ഞങ്ങളും കൃഷിയിലേക്കുള്ള ഭാഗമായിട്ടാണ് കൂടുതൽ മൂല്യവർഗ്ഗ ഉൽപ്പന്നങ്ങൾ ഉണ്ടായത്. ഒരു കൃഷിഭവൻ ഒരു ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞാൽ കൃഷിഭവനിലൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ 1000-ലധികം ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കൃഷിഭവനിൽ നിന്ന് ഉണ്ടായത് ഈ ഞങ്ങളും കൃഷിയിലേക്കുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഞങ്ങളും കൃഷിയിലേക്കുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ IIP മുംബൈയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചത് പാക്കിങ്ങിന് കാര്യത്തിൽ. ഇപ്പോൾ കേരള ഗ്രോയുടെ ഓൺലൈൻ ഷോപ്പുകൾ, ബ്രാൻഡഡ് ഷോപ്പുകൾ വരാൻ പോകും. ഒരു ജില്ലയിൽ ഒരു ബ്രാൻഡഡ് ഷോപ്പാണ്. കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽപ്പന നടത്തുന്ന ഷോപ്പുകൾ ഈ 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. FPOകളെയാണ് ഇപ്പോൾ ഏൽപ്പിക്കുന്നത്. അതൊരു മറ്റു സർക്കാർ സംവിധാനങ്ങൾ പോലെ അങ്ങനെ അത് പിന്നെ മാറിപ്പോകരുത്, എങ്ങ് പോയി മുടന്തി വീഴാൻ പാടില്ല എന്നുള്ളതിന്റെ പേരിലാണ് FPOകളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനം. ഞങ്ങളും കൃഷിയിലേക്ക് നമ്മുടെ തുടർച്ചയുണ്ടാകും. അതിന്റെ അടുത്ത ഘട്ടമായി ഞങ്ങൾ ജൈവ കാർഷിക മിഷൻ വന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. പോഷക സമൃദ്ധി മിഷൻ വന്നു. പോഷക സമൃദ്ധി മിഷൻ ഞങ്ങളതിന്റെ എല്ലാം കുടുംബം പലപ്പോഴും എന്തെങ്കിലും ആരും ഗൗരവത്തിൽ കാണുന്നതായി തോന്നുന്നുണ്ട്. ഞങ്ങൾ ഒരു സ്ഥലം ഡോക്ടർമാരുമായിട്ട് ചർച്ച നടത്തി. കൃഷി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരോഗ്യവുമായി, ഭക്ഷണവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അനൗപചാരികമായി ഞങ്ങൾ ചേർന്ന യോഗം തന്നെ കേരളത്തിലെ പ്രമുഖരായ ഡോക്ടർമാരായിട്ടുള്ള ആശയവിനിമയം തന്നെ അങ്ങേയറ്റം ഗൗരവത്തോടെ ഈ മേഖലയെ സമീപിക്കണം എന്നുള്ള അഭിപ്രായം വന്നിരുന്നു. അപ്പോൾ പോഷക സമൃദ്ധി മിഷൻ അതിന്റെ ഭാഗം കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയ്ക്കും ഫുഡ് പ്ലേറ്റുകൾ ഉണ്ടാകണം തീരുമാനം. ഞങ്ങൾ അഗ്രോ എക്കോളജിക്കൽ സോണിന്റെ അടിസ്ഥാനത്തിൽ ഫുഡ് പ്ലേറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ന്യൂട്രീഷൻ കലണ്ടറും ന്യൂട്രീഷൻ പ്ലേറ്റും ഒരു മേഖലയിൽ എന്താണ് ഡെഫിഷ്യൻസി എന്ന് നോക്കുകയാണ്. ആ ഡെഫിഷ്യൻസി എന്ന് നോക്കിയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവരെ ചേർന്നിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് അവിടെ ഏതെല്ലാം ഐറ്റങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും, അത് ഇവരുടെ ഈ പോഷകക്കുറവിന് പരിഹാരം എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനാവശ്യമായ ഫുഡ് പ്ലേറ്റുകൾ അടക്കം നിശ്ചയിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് അത് നീങ്ങുന്നത്. അതിൻ്റെ അടുത്ത ഘട്ടമായിട്ടാണ് കൃഷി സമൃദ്ധി എന്ന പേരിൽ ഞങ്ങളൊരു 107 പഞ്ചായത്തുകളിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങൾ കൃഷിയുടെ അടുത്ത ഘട്ടമായിട്ടാണ് ഈ കൃഷി സമൃദ്ധി വരാൻ പോകുന്നതല്ല. ഇപ്പോൾ ഒരു 2026-ഉം 2033-ഉം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളും കൃഷി എന്നുള്ള പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളിലാണ്. ഇങ്ങനെ ഇത്രയും ഒരു തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വേറെ ഒരു പദ്ധതി കേരളത്തിൽ കൃഷി വകുപ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രമേൽ ലിങ്ക്ഡ് ആണ്. നമ്മൾ ആലോചിച്ചതിന് അതിന്റെ ജീവൻ നിങ്ങൾ നോക്കുമ്പോൾ ആലോചിച്ച് തന്നെ അങ്ങനെയാണ്. അതൊരു പദ്ധതി ഇട്ടു, ഒരു പരിപാടി നടത്തി അങ്ങനെ പോകാനല്ല. ആ കൃഷിക്കൂട്ടങ്ങളെ തന്നെ ഞങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്നു. മൂല്യവർദ്ധനകളിൽ നിൽക്കുന്നത്, പ്രൊഡക്ഷനിൽ നിൽക്കുന്നത്, മറ്റ് ലോജിസ്റ്റിക്സിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോന്നും ക്ലാസിഫൈ ചെയ്താണ് കൃഷിക്കൂട്ടങ്ങൾ തന്നെ ഞങ്ങൾ രൂപകൽപ്പന. അതുകൊണ്ട് ആ പദ്ധതി ഇനിയും മുമ്പോട്ട് പോകും. എല്ലാ കാലത്തും നമുക്ക് മുമ്പോട്ട് പോകും. അതിൽ നിന്ന് FPOകൾ രൂപപ്പെട്ടു കേരളത്തിൽ. അപ്പോൾ ചെറിയ കാര്യമല്ല. അപ്പോൾ നമ്മളതിന് കൃഷിക്കൂട്ടങ്ങൾക്ക് അവാർഡ് കൊടുത്തു അന്ന് കേട്ടല്ലോ നേരത്തെ. അപ്പം ഞങ്ങൾ കൃഷിയിലേക്ക് അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അപ്പം അതൊരു നല്ലവണ്ണം മുമ്പോട്ട് പോകും. അത് വേറെ നല്ല നമ്മുടെ മറ്റൊരു വകുപ്പുകളുടെ കൺവേർജൻസ് അത്യാവശ്യമായിരുന്നു. ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവരുടെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും അതിനൊരു മെച്ചമുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ ഈ വിദേശ മലയാളികൾ വാങ്ങിക്കൂട്ടിക്കുന്ന വസ്തുക്കളില്ലേ, അതായത് 1.5 ഏക്കർ, ഞാനിപ്പോൾ ഈ അടുത്തൊരു 7 മാസം മുമ്പ് കണ്ടതാണ്. അതായത് ഒരു വിപണനം ചെയ്യാൻ നടത്തുന്ന ഒരു സംവിധാനം നമുക്ക് കേരളത്തിലില്ല. ഞാൻ ഇന്ന് FPOകളുടെ ചെയർമാൻമാരുടെ യോഗം നടക്കുകയായിരുന്നു. അവരും ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്. ഞങ്ങളൊരു ഇത്തരം സംവിധാനം ഉണ്ടാവണം. കേരളത്തിന് പുറത്ത് പലയിടങ്ങളിൽ ഇത്തരം സെന്ററുകളെ കുറിച്ച് എടുക്കുന്നു. കേരളത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഒരിടത്തേക്ക് എത്തിക്കണം. നമ്മുടെ ഈ പണത്തിന്റെ പ്രശ്നമുണ്ട് നമ്മുടെ. അപ്പോൾ നമ്മൾ ആലോചിച്ചു എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഓഫീസ് സ്പേസിന്റെ പ്രശ്നമുണ്ട്. പല ഡിപ്പാർട്ട്മെന്റിൽ തന്നെയും ഇപ്പോൾ സോയിൽ കൺസർവേഷൻ ആൻഡ് സോയിൽ സർവേ അവർക്ക് ഒരു ഓഫീസ് സംവിധാനത്തിന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് പണം അവരുണ്ട്. ഇത്തരം പണങ്ങളൊക്കെ ഞങ്ങൾ പൂൾ ചെയ്യുന്നു. അങ്ങനെ സാധ്യമാവുന്നത്, അതായത് ഇതിന് വേറെ ഏതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പണമല്ല ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ നോക്കുന്നത്. AIF പോലുള്ളവരിൽ നിന്നും നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ടും കർഷകർക്ക് ഇത്തരം സംവിധാനത്തെ ഒരുക്കേണ്ടത് അനിവാര്യമാണ്.
അതിനിപ്പോൾ ചെറിയ പലിശയ്ക്കും എല്ലാം ലഭ്യമാകുന്ന ഞാൻ പറഞ്ഞ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അപ്പോൾ മുൻകൈ വരുന്ന ആവുകയാണ്. അപ്പോൾ 100% പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിലൂടെ നമുക്കൊരു അഗ്രി പാർക്കും ഇത്തരം ഒരു സെന്ററും സ്ഥാപിക്കുമ്പോൾ 360 ദിവസവും കർഷകർ പ്രയോജനപ്പെടുത്തുന്നത്. മറ്റേ രണ്ടാമത് പറഞ്ഞ കാര്യമാണ്, തീർച്ചയായിട്ടും നമുക്ക് ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ടായാലും ഇപ്പം ചില പമ്പിംഗ് സബ്സിഡിയുടെ ആനുകൂല്യം കുടിച്ചെടുക്കും. കഴിഞ്ഞ ദിവസമാണ് 30 കോടിയോളം രൂപ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സമയബന്ധമായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കർഷകർക്ക് വളരെ വേഗത്തിൽ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തോടെ 100% യോജിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒപ്പം നമുക്ക് സാധ്യമാകുന്ന മറ്റിടങ്ങളിൽ നിന്ന് ടാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പണം വിനിയോഗിച്ചുകൊണ്ട് ഇത്തരം സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര നിലവാരമുള്ളവരുണ്ട്. നമുക്ക് ലോക മാർക്കറ്റുകളിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അപ്പയുടെയുമായിട്ട് ശ്രീ പ്രശാന്ത് തന്നെ മുൻകൈയെടുത്ത് നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ചില മീറ്റിങ്ങുകൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം പല ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ ചോദിക്കുന്നത് അപ്പയുടെയോടാണ് ചോദിക്കുന്നത്, എനിക്ക് എവിടെ കിട്ടും, എങ്ങനെല്ലാം കിട്ടും എന്നുള്ളതില്ല. അപ്പോൾ അതനുസരിച്ചുള്ള കൃഷിയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എത്തേണ്ടതുണ്ട്. ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഹോട്ട് കേക്കാണ് നമ്മുടെ. ഇപ്പൊ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വലിയ പ്രത്യേകത ഇവിടെ വിളയുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വലിയ ഗുണമേന്മയുള്ളവയാണെന്നുള്ളതാണ്. അത് അതേപടി കൊടുത്താൽ സ്വീകരിക്കുന്നതുണ്ട്, അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ കൂടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആവുന്ന രീതികൾക്കനുസരിച്ച് അതിനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്, അതിനെ മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം മറ്റ് ഇടനിലക്കാരും മറ്റുള്ളവരും വന്നു നിന്ന് കൃഷിക്കാരനെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനമെല്ലാം ഗവൺമെന്റിന് കൂടി പങ്കാളിത്തമുള്ള ഒരിടത്തിലൂടെ നമ്മളതിനെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കുടിശ്ശികയുള്ള കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി കൊടുത്തു വെക്കുന്നതിനുള്ള ഒരു വലിയ ഇടപെടലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ വെളിച്ചം എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് പിന്നെ സ്പെഷ്യൽ സെക്രട്ടറി നടപ്പാക്കാനായിട്ട് ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഒക്കെയാണ്. അപ്പോൾ പ്രസ് മീറ്റിൽ മിനിസ്റ്റർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ അയൺ കട്ടൻ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പക്ഷേ അല്ലല്ല തീർന്നില്ലല്ലോ മിനിസ്റ്ററെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ യോഗങ്ങൾ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യും. അടുത്ത വാക്കിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ രഹസ്യ സ്വഭാവമുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞു, അത് സംപ്രേഷണം ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്. അല്ല മിനിസ്റ്റർ കഴിഞ്ഞില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എന്ത് മീറ്റിംഗ് ആണ് അത് കുറച്ചും കൂടി സ്പെസിഫിക് ആവണം. കൃഷിഭവനിൽ നടക്കുന്ന മീറ്റിംഗ് ആണോ അതോ മന്ത്രിതലത്തിൽ നടത്തുന്ന മീറ്റിംഗ് ആണോ സംപ്രേഷണം ചെയ്യുന്നത്? മന്ത്രിതലത്തിൽ നടത്തുന്ന മീറ്റിംഗുകൾ പോലും സംപ്രേഷണം ചെയ്യാനാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. എല്ലാ മീറ്റിങ്ങുകളും നമ്മളെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പലവിധ മീറ്റിങ്ങുകൾ ഉണ്ടാവും. ആ എല്ലാ മീറ്റിങ്ങുകളും നമുക്ക് തുറന്നു വെക്കാൻ പറ്റില്ല. ഒരു ക്യാബിനറ്റ് യോഗം ചേരുന്നു, നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റുന്നതല്ല. ക്യാബിനറ്റ് യോഗങ്ങൾ മാത്രമല്ല, സമാനമായ രീതിയിൽ പല യോഗങ്ങൾ നമുക്ക് ചേരേണ്ടി വരും. അത്തരം യോഗങ്ങൾ നമുക്ക് എവിടെയും നടക്കില്ല. അത് ഗവൺമെന്റിലും നടക്കില്ല, ഒരു സ്ഥാപനത്തിലും നടക്കില്ല, വീടുകളിലും നമുക്ക് പറ്റില്ല. രഹസ്യമായി സ്വഭാവമുള്ള പരസ്യപ്പെടുത്താൻ പറ്റാത്ത ചില യോഗങ്ങളുണ്ടാവാം. ആ യോഗങ്ങൾ അതനുസരിച്ച്, എന്നാൽ കർഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള യോഗങ്ങൾ ഉണ്ടാവാം. ആ യോഗങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് പരസ്യപ്പെടുത്തണം. ഇപ്പോൾ നമ്മളൊരു ഒരു ദുരന്തം ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ചേരുകയാണ്. ആ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുണ്ട്. മറ്റു ആളുകൾ കൂടി കാണുന്നതിനകത്ത് പ്രയാസമില്ല. നമ്മളെല്ലാം ശ്രദ്ധയപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് പോവുകയാണ്. വെലങ്ങാട് ഒരു മീറ്റിംഗ് ചെയ്യുമ്പോൾ ആ മീറ്റിംഗിൽ വെച്ചിട്ട് നമ്മൾ ആഗസ്റ്റ് 7-ാം തീയതി കർഷകന് അപേക്ഷ എല്ലാം തന്നു തീർക്കണം. ഈ ദുരന്തം ഉണ്ടായതിൻ്റെയാണ്. അപ്പോൾ അവർ ഡേറ്റ് നീട്ടണമെന്ന് പറയും. 10 ദിവസം കൂടി നീട്ടണമെന്ന് പറയും. അപ്പോൾ ഒരു ആൾ പറഞ്ഞു 10 ദിവസമല്ല, അത് കുറച്ചുകൂടി നീട്ടണം എന്ന്. ഇതേ ചിലപ്പോൾ ഏത് പ്രതിനിധിയാണെന്ന് അറിയില്ല. ഒരു പുറകിൽ നിന്ന് ഒരാൾ പറയുക. അപ്പോൾ നമ്മളത് ആഗസ്റ്റ് 31 നടക്കാൻ തീരുമാനിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ചില ഇടപെടൽ ഈ യോഗവും നമുക്കൊരു ഇരുമ്പ് മറ വെച്ച് ഇത് വേറെ ആരും കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പടിപടിയായി നമുക്ക് ഇത്തരം തരത്തിൽ ഒരു മറ ഇല്ലാത്ത തരത്തിൽ നടത്താൻ പറ്റുന്ന ഒരുപാട് മീറ്റിങ്ങുകളുണ്ട്. അത്തരം മീറ്റിങ്ങുകളൊക്കെ അവർ കൂടി അറിയട്ടെ, അതിനകത്ത് തെറ്റില്ല എന്നുള്ളതാണ്. ഇത്തരം ഒരു നയപരമായ ചില പ്രശ്നങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടാവാം, അത്തരം ഒരു ഗൗരവതരമായ ചില ചർച്ചകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. അതെല്ലാം നമുക്ക് ചിലപ്പോൾ തുറന്നില്ല. അതിൻ്റെ അന്തിമമായ അതിൻ്റെ റിസൾട്ട് മാത്രമേ നമുക്ക് പുറമേക്ക് പറയാൻ പറ്റുകയുള്ളൂ. ബാക്കി ചില കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിയുന്നതിനകത്ത് കുറ്റമില്ല, കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നോക്കിയിട്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതെല്ലാം നമുക്ക് എത്തിക്കാം. അതൊരു മിസ്യൂസ് ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നതല്ല. നമ്മുടെ ഒരു രീതികൾക്ക് അനുസരിച്ചിട്ട് എങ്ങനെയായി തീരുമോ എന്നുള്ള ഈ അന്ന് പറഞ്ഞതിൽ വ്യത്യസ്തമായി വേറെ തരത്തിലാണ് പലർക്കും ഒരു ആശങ്കയെല്ലാം ഉള്ളത്. അത് പോസിറ്റീവായിട്ട് അതിനെ കാണാൻ വേണ്ടി എന്തെങ്കിലും ശ്രമിച്ചാൽ നമുക്കൊരു ഗുണകരമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവോത്ഥാൻ പദ്ധതിയുടെ ഭൂമിയുടെ വാടകയ്ക്കാണോ അതോ എത്ര കാലത്തേക്കാണ് അത് റെന്റിനെടുക്കുക? അത് തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് കൈവശമുള്ള ഒരു ഭൂമി നമ്മുടെ കൂടി ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ
അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കൃഷി ഏതെന്ന് മനസ്സിലാക്കി അവിടെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു ധാരണ ഒപ്പുവെക്കണമല്ലോ. അതിന്റെ ഭാഗമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളല്ലാതെ വലിയ ഇതുണ്ടാവുകയില്ല. എന്നാൽ ആ സ്ഥാപനം കൂടിയാണ് അതിൽ തീരുമാനിക്കുക. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയാണ് ഞങ്ങൾ ആദ്യഘട്ടമായിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ ആ പൊതുമേഖലാ സ്ഥാപനത്തിന് ഇതിന്റെ വരുമാനത്തിൽ നിന്ന് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഷെയർ അവർ കൊടുക്കേണ്ടതായി വരും. ആ ഭൂമി ഉപയോഗിച്ച് ലാഭകരമായി തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലായിക്കൊണ്ടാണോ നീങ്ങുന്നതല്ല. അപ്പോൾ അവരുമായിട്ടൊരു ധാരണ അടിസ്ഥാനത്തിൽ ഒരു പ്രോഫിറ്റിന്റെ ഒരു ചെറിയ ഭാഗം അവർ ഷെയർ ചെയ്യും. എത്ര നാളത്തേക്കായിരിക്കും കാലാവധി? അത് വിളയും കൂടി ബന്ധപ്പെടുത്തിയായിരിക്കും. അവരുടെ ആവശ്യത കൂടി പച്ചക്കറിയാണെന്ന് വിചാരിക്കുക. അവർക്ക് ആ സ്ഥാപനം കൂടി കണക്കെടുത്ത് പറയുകയാണ് ഞങ്ങൾക്ക് 1-2 വർഷത്തെ പ്രകാരം കുഴപ്പമില്ലാന്ന് തീരുമാനിച്ചാൽ അത് ചെയ്യാം. പിന്നെ ഈ ഏർപ്പെടുന്നവർ അവരുമായിട്ടുള്ള അവരുടെ മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ചിലപ്പോൾ ഒരു സ്ഥാപനത്തിന് പെട്ടെന്ന് ഭൂമി വേണ്ടി വരും. ഇത്ര നാളിന് പ്രയർ നോട്ടീസിന് കൊടുത്തിട്ട് അത് മാറേണ്ടി വരും. അത്തരൊരു ധാരണ എഗ്രിമെന്റ് ഉണ്ടാവില്ല. അതിനനുസരിച്ചായിരിക്കും അത് ചെയ്യും. വിളയുടെ അടിസ്ഥാനത്തിലായിരിക്കും, വിളയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അത് ചെയ്യും. ഈ ക്യാപ്കോ എക്സ്പോ സെന്റർ അഗ്രി പാർക്കിനും ചേർന്നാണോ 59 കോടി എസ്റ്റിമേറ്റ്? രണ്ടിനും കൂടെയാണ്. ഇത് എത്ര നാളുകൊണ്ട് ചെയ്യാനാണ്? ഞങ്ങൾ അതിന്റെ ആദ്യഘട്ടമായിട്ട് ഞങ്ങൾക്കൊരു 1.5 വർഷം കൊണ്ടല്ലാത്ത ഒരു മേജർ ഭാഗം പൂർത്തിയാക്കണമെന്നാണ് ആലോചിക്കുന്നത്. ആദ്യഘട്ടമായിട്ട് നമുക്ക് ആ എക്സിബിഷൻ സെന്റർ തന്നെ വരുന്നത് അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ സാമ്പത്തികം ലഭ്യമായി വരുന്ന മുറയ്ക്കാണ് നമ്മൾ മൊത്തം പൈസയും വെച്ചിട്ടല്ല അതിലേക്ക് കടക്കുന്നത്.